ഹായ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടുള്ള കിച്ചൺ ക്ലീനിങ് ടിപ്സാണ്. ഇതിലെന്താ വെച്ചാൽ കിച്ചണിലുള്ള ഹാർഡായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ ബേക്കിംഗ് സോഡ വളരെയധികം സഹായിക്കും. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ്റെ ബാക്ക് സൈഡ് നന്നായിട്ട് കരി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ അധികം ഉരയ്ക്കാണ്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം. നമ്മൾ ആദ്യം അതിൻ്റെ ബാക്ക് സൈഡിൽ ഉപ്പുപൊടിയാണ് വിതറിയിട്ടുള്ളത്. ഉപ്പുപൊടി ഇട്ട ശേഷം നമ്മൾ ബേക്കിംഗ് സോഡ ഇടാം. ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒറ്റിക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് അതൊന്ന് എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ, അത് മൂന്നെണ്ണം ഇട്ടല്ലോ, അപ്പം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് അവിടെ ഇങ്ങനെ പരത്തി സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ നന്നായിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെക്കാം. എന്നിട്ട് നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് മാറ്റുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം അത് കുറച്ച് ആ കറയൊക്കെ ഒന്ന് ലൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒരു സ്ക്രബ്ബറിലാക്കിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. അത് പെട്ടെന്ന് തന്നെ ഓരോ ഭാഗവും ആ കരിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട് കേട്ടോ പാത്രം. ഇത് നമ്മൾ കിച്ചണിൽ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളുണ്ടാവില്ല, കുക്കറിൻ്റെ ഏത് പാത്രത്തിൽ എങ്ങനെയുള്ള കറയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ട് ചീപ്പാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു മഗ്ഗിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക. ഏതെങ്കിലും ലിക്വിഡ് യൂസ് ചെയ്യുക, ക്ലീനിങ് യൂസ് ചെയ്യുന്ന. എന്നിട്ട് അതിൽ നമ്മൾ ഈ ചീപ്പ് ഇട്ടിട്ട് ഒന്ന് പുതിർത്തി വെക്കുക ഒരു 10-15 മിനിറ്റ്. അത് വളരെ പെട്ടെന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. 15 മിനിറ്റ് പുതിർത്തി എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് അതിലുള്ള എല്ലാ ചേറും നല്ല വിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. സാധാരണ ഒരു സോപ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നതിനെക്കാട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്താൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച വെള്ളം നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമ്മളത് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. വാഷ് ബേസിനിൽ ഒഴിച്ചിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ വാഷ് ബേസിൻ നല്ല ക്ലീൻ ആയിട്ട് വരും. അതിൽ പറ്റി പിടിച്ച് കിടക്കുന്ന എല്ലാ കറയും പോകും. ഒന്ന് ഒഴിച്ച് വെച്ച് ഒരു 10 മിനിറ്റ്സ് വെക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ്. ഈ വാഷ് ബേസിൻ ക്ലീൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ബാത്റൂമിലെ ടൈൽ ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം കേട്ടോ. വളരെ എഫക്റ്റീവാണ് ബാത്റൂം ക്ലീനിങ്ങിനും ഇത്. ഇനി നമ്മളിത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇട്ട് നമ്മളെ കിച്ചണിലുള്ള ചെറിയ ചെറിയ പീലർ, കത്തി, ചെറിയ സ്പൂണ്, അരിപ്പ, അതിലൊക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുമെങ്കിലും അതിലൊക്കെ ഒരു കറ പിടിച്ചതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാസത്തിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ആ കറയൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ചെറിയ രീതിയിൽ കറ പിടിച്ചിട്ടുള്ളത്, അതൊക്കെ നമ്മൾ ഇതിലൊരു 15 മിനിറ്റ്സ് പുതിർത്തി വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുത്താൽ നല്ല വൃത്തിയായിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മളെ കിച്ചണിൽ സിറാമിക് പ്ലേറ്റ്, ബൗള്, നമ്മളെ കോഫി മഗ്, അതിലൊക്കെ ചിലപ്പം കുറച്ച് കറ പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്കില്ലേ ഈ ബേക്കിംഗ് പൗഡറും ഡിഷ് വാഷിംഗ് ലിക്വിഡും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അത് തേച്ച് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് കുറച്ച് നേരം വെച്ച് ഒന്ന് കഴുകി കഴിഞ്ഞാലില്ലേ ആ വൈറ്റ് പ്ലേറ്റിലൊക്കെ ഉണ്ടാവുന്ന കറ ഉണ്ടാവുമല്ലോ, അത് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാൻ പറ്റും നമുക്ക്. ഇനി നമുക്ക് ഇങ്ങനത്തെ കത്തി ക്ലീൻ ചെയ്യാനും ബേക്കിംഗ് സോഡ വളരെ നല്ലതാട്ടോ. നമ്മൾ ഒരു പൂനാരങ്ങൻ്റെ ചെറിയൊരു സ്ലൈസ് എടുക്കുക. അതിൽ നമ്മൾ ഉപ്പും ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് ഈ കത്തിയിലൊന്ന് തേച്ച് വെക്കുക. തേച്ച് വെച്ചിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ഒന്ന് കഴുകി ഉണക്കിയിട്ട് കുറച്ച് ഓയിലൊന്ന് തേച്ച് വെച്ചാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ കറ പിടിക്കില്ല. അപ്പോൾ ഇവിടെ കത്തി നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പിച്ചള പാത്രങ്ങളും ബേക്കിംഗ് സോഡയും ഉപ്പും ലെമൺ ജ്യൂസും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ കിച്ചണിൽ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നമാണ് ചോപ്പിംഗ് ബോർഡിൻ്റെ ക്ലീനിങ്. നമ്മൾ ചിക്കനും മീനും ഒക്കെ കട്ട് ചെയ്താൽ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. പക്ഷേ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് നമ്മളെ ചോപ്പിംഗ് ബോർഡിൽ ഉണ്ടാവില്ല. നമ്മൾ ബേക്കിംഗ് പൗഡർ നല്ലോണം തീക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് സാധാരണ കഴുകുന്നത് പോലെ റബ്ബ് ചെയ്ത് കഴുകിയാൽ ആ മീനിൻ്റെയും ചിക്കൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അത് നമ്മളെ ചോപ്പിംഗ് ബോർഡിൽ ഉണ്ടാവില്ല. നല്ല വൃത്തിയായിട്ട് കിട്ടും.
ഇനി നമ്മൾ ഹോബ് ക്ലീനിങ്ങിന് ബേക്കിംഗ് സോഡ എങ്ങനെയാണ് യൂസ്ഫുൾ ആവുകയെന്ന് നോക്കാം. ഇപ്പോൾ ഇതാ എൻ്റെ ഹോബ് വളരെയധികം വൃത്തികേടായി കിടക്കുകയാണ്. സൺഡേ കുക്കിംഗ്, ഗസ്റ്റ് എല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ബേക്കിംഗ് സോഡ എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഹോബിൻ്റെ മുകളിൽ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ ഹോബ് ക്ലീനിങ് ലിക്വിഡും ഇട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവ്, ഇൻഡക്ഷൻ കുക്കർ എല്ലാം നമുക്ക് ഇതേ മെത്തേഡിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട് നമ്മളൊരു സ്ക്രബ്ബർ കൊണ്ട് അത് ജസ്റ്റ് എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 10 to 15 മിനിറ്റ്സ് ഒന്ന് വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. ഒരു സ്പോഞ്ച് വെച്ച് നന്നായിട്ട് ഉരച്ച് കഴുകിയ ശേഷം നമ്മളിത് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ ഹോബ് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ബേക്കിംഗ് സോഡ വെച്ച് കഴുകുമ്പോൾ വളരെ ഈസി ആയിട്ട് അതിലുള്ള ചേറും ഒക്കെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇനി നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് സിങ്ക് ക്ലീൻ ചെയ്യാനാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ട് സിങ്ക് ക്ലീൻ ചെയ്താൽ നമ്മളെ സിങ്ക് എന്നും പുതിയതുപോലെ ഷൈൻ ചെയ്യും. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ ബേക്കിംഗ് സോഡ ഇടുക. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ലെമൺ ജ്യൂസ് ആക്കുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്ത ലെമണിൻ്റെ തോല് ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അതിനായിട്ട് ലെമൺ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ലെമൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ചിക്കൻ കഴുകിയതും മീൻ കഴുകിയതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ, ആ സ്മെല്ല് പോകാൻ ലെമൺ ഭയങ്കര നല്ലതാണ്. അപ്പം നമ്മൾ അതിൽ കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആക്കിയിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഉരച്ച് കഴുകിയെടുത്താൽ നമ്മളെ സിങ്ക് നന്നായിട്ട് ഷൈൻ ചെയ്യും. പിന്നെ സിങ്ക് ക്ലീൻ ചെയ്യുന്നതിന് ഒരിക്കലും നമ്മൾ മറ്റേ മെറ്റൽ സ്ക്രബ് അത് യൂസ് ചെയ്യേണ്ട. യൂസ് ചെയ്താലേ സ്ക്രാച്ചസ് വീഴും. തൽക്കാലം അത് യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ക്ലീനായി വന്നാലും എപ്പോഴും നമ്മൾ സ്പോഞ്ച് പോലെയുള്ളത് യൂസ് ചെയ്യുന്നതിനാൽ എന്നാൽ നമുക്ക് എല്ലാ കാലവും നമ്മളെ സിങ്ക് ഒരേപോലെ നിൽക്കും. നമ്മൾ മറ്റേ സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തൽക്കാലം നമുക്ക് പെട്ടെന്ന് ക്ലീനായിട്ട് ഷൈൻ കിട്ടും. പക്ഷേ അതിൽ ഭയങ്കരമായിട്ട് സ്ക്രാച്ചസ് വീണിട്ട് നമ്മളെ സിങ്ക് നാശമായി പോകും. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.